ശ്രീ കെ ബാലൻ, ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ SFIക്കാർ തടയുന്നു. സെനറ്റ് യോഗത്തിന് എത്തിയവരെ യോഗം നടക്കുന്ന ഹാളിലേക്ക് കടത്തിവിട്ടില്ല. ഗവർണർ ശുപാർശ ചെയ്ത 9 പേർ RSS അനുകൂലികളാണെന്നാണ് SFI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളുടെ ആരോപണം. ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സെനറ്റ് ഹാളിന് പുറത്ത് SFI പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ചാൻസലറാണ് സെനറ്റിലേക്ക് ശുപാർശ ചെയ്തതെന്നും തീരുമാനമാകുന്നതുവരെ ഹാളിന് പുറത്ത് തുടരുമെന്നും യോഗത്തിലെത്തിയവർ പറഞ്ഞു. ഇപ്പോൾ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സിനോജ് തോമസ് നമ്മോടൊപ്പം ഉണ്ട്. സിനോജ്, എന്താണ് സംഭവിക്കുന്നത്? നികേഷ് കുമാർ, പോലീസ് പ്രതിഷേധക്കാരെ SFI നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് നീക്കുകയാണ്. 2 നേതാക്കന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ബസ്സിലേക്ക് മാറ്റിയിരിക്കുന്നു. 50-ലധികം വരുന്ന SFI പ്രവർത്തകരാണ് ഈ സെനറ്റ് ഹൗസിന്റെ 2 കവാടത്തിലും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ ഇവിടെ നിന്ന് നീക്കുകയാണ്. ഈ പ്രതിഷേധക്കാരെ നീക്കിയാൽ മാത്രമേ ഈ സെനറ്റ് അംഗങ്ങൾക്ക്, പുറത്തു നിൽക്കുന്ന സെനറ്റ് അംഗങ്ങൾക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സെനറ്റ് യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷേ സംഘപരിവാർ ദൃശ്യങ്ങളിലേക്ക് വലിയ ബലം പ്രയോഗിച്ചാണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് നീക്കം ചെയ്യുന്നത്. വലിയൊരു പ്രതിരോധം SFI തീർക്കുന്നുണ്ട്. 3-4 പോലീസുകാർ വട്ടമിട്ട് പിടിച്ചാണ് ഓരോ SFI പ്രവർത്തകനെയും പോലീസ് ബസ്സിലേക്ക് മാറ്റുന്നത്. വലിയ പ്രതിരോധമാണ് SFI ഈ സെനറ്റ് ഹൗസിന്റെ പുറത്ത്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ ബലം പ്രയോഗിച്ചുകൊണ്ട് SFI പ്രവർത്തകരെ പോലീസ് ബസ്സിലേക്ക് നീക്കുകയാണ്. നേതാക്കന്മാരെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ 2 കവാടത്തിന് പുറത്തും പെൺകുട്ടികൾ ഉൾപ്പെടെ SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇവരെ മുഴുവൻ ഇവിടെ നിന്ന് നീക്കം ചെയ്താൽ മാത്രമേ ഈ പുറത്തു നിൽക്കുന്ന സെനറ്റ് അംഗങ്ങൾക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സെനറ്റ് അംഗങ്ങൾ പോലീസിന്റെ സഹായം തേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ബലം പ്രയോഗിച്ച് ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നു. അതിനുശേഷം പുറത്തു നിൽക്കുന്ന പ്രതിഷേധക്കാരെ അകത്തേക്ക് കയറ്റുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. നേതാക്കന്മാരൊക്കെ തന്നെ ഓരോരുത്തരെയായിട്ട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘപരിവാർ ബന്ധമുള്ള സെനറ്റ് അംഗങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് SFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ തന്നെ SFI അംഗങ്ങൾ ഇവിടെ എത്തി പ്രതിഷേധം ആരംഭിച്ചിരുന്നു. MSF ആരോപിച്ചത് ഈ വരുന്ന സെനറ്റ് അംഗങ്ങളെ ഈ SFIക്കാർ പരിശോധിച്ചാണ് അകത്തേക്ക് കയറ്റിവിടുന്ന ഒരു ആരോപണം അവർ ഉന്നയിച്ചിരുന്നു. ലീഗിന്റെയും MSFന്റെയും ഒപ്പം തന്നെ CPMന്റെ ഒക്കെ തന്നെ പ്രതിനിധികളെ അകത്തേക്ക് കയറ്റിവിട്ടിരുന്നു. പക്ഷേ സംഘപരിവാർ ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന സെനറ്റ് അംഗങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അവരൊക്കെ തന്നെ പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങൾ പുറത്തിപ്പോഴും കാത്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് പോലീസ് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് സിനോജാണ് വിശദാംശങ്ങൾ നൽകിയത്. ദീപക് മലയമ്മ കൂടി ചേരുന്നു നമ്മോടൊപ്പം. ദീപക്, ആരെയൊക്കെയാണ്, അതായത് ABVP ബന്ധമുള്ളവരെ മാത്രമാണോ അകത്ത് കയറ്റിവിടാതിരിക്കുന്നത്? ഇപ്പോൾ അവിടെ MSFന്റെയും KSUവിന്റെയും ഒക്കെ പ്രതിനിധികളെ ഗവർണർ തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. അവരെ കയറ്റിവിട്ടിരുന്നു. നികേഷ്, ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഗേറ്റ് പൂർണ്ണമായും SFI പ്രവർത്തകർ നിന്ന് തടയുന്ന സാഹചര്യമാണ് കണ്ടത്. അതായത് കൃത്യമായ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമാണ് അംഗങ്ങളെ സെനറ്റ് യോഗം നടക്കുന്ന ഹാളിനകത്തേക്ക് SFI പ്രവർത്തകർ കടത്തിവിട്ടത് എന്നുള്ളതാണ്. പോലീസ് അക്കാര്യത്തിൽ ഒരു നടപടിയും എടുക്കാതെ കാത്തു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഘപരിവാർ ബന്ധം SFI ആരോപിക്കുന്ന 7ഓളം സെനറ്റ് അംഗങ്ങൾ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കാർക്കും ഈ സെനറ്റ് യോഗം നടക്കുന്ന ഹാളിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹാളിനകത്ത് എന്ന് മാത്രമല്ല, ഈ യോഗം നടക്കുന്ന കെട്ടിടത്തിന്റെ ഗേറ്റ് കടന്നകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. SFI പ്രവർത്തകർ അവരെ തടയുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അല്പം മുൻപ് വൈസ് ചാൻസലർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി സെനറ്റ് യോഗം ആരംഭിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിലാണ് പോലീസ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. 2 വാതിലുകളാണ് ഇതിന് പ്രധാനമായും ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട വാതിലിന്റെ ആ മേഖലയിലാണ് SFI പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ തമ്പടിച്ചിട്ടുള്ളത്. മറ്റേ വാതിലിന് സമീപത്തും SFI പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ SFIയുടെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. കൃത്യമായ ബലപ്രയോഗത്തിലൂടെ അല്ലാതെ ഇവിടെ നിന്നും പിരിഞ്ഞു പോകില്ല എന്നുള്ള നിലപാടാണ്. അതേസമയം തന്നെ ഇനി ഇങ്ങനെ പിടിച്ചു മാറ്റിയാൽ പോലും ഇവിടെ നിന്ന് നിലവിൽ പ്രവർത്തകരെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വളരെ ബലം പ്രയോഗിച്ചാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയാൽ പോലും ഈ സെനറ്റ് ഹാളിനകത്ത് 6 അംഗങ്ങൾ തങ്ങൾക്കുണ്ട്. അവിടെ വെച്ച് ഈ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള സെനറ്റ് അംഗങ്ങളെ തടയുമെന്നുള്ള നിലപാട് SFI സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് SFI പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും കാണുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ
പൂർണ്ണതോതിൽ സംയമനം പാലിച്ചുവെങ്കിലും അത് ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികളെ വലിച്ചിഴച്ച് തന്നെ ഈ ഒരു വാതിലിന്റെ മുൻവശത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനങ്ങൾ ഇതിനോടകം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വലിയ തരത്തിലുള്ള പ്രതിരോധം SFIയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടരുന്നുണ്ട്. കൈകൾ കോർത്ത് പിടിച്ച് പോലീസുകാർക്ക് മുൻപിൽ കീഴടങ്ങാൻ തയ്യാറാകാത്ത വിധത്തിൽ പ്രതിരോധം തീർക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി നേരത്തെ VC അകത്തേക്ക് കയറി പോകുമ്പോൾ സൗണ്ട് ബൈറ്റായി എന്നുള്ള തലത്തിൽ നൽകിയില്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് എല്ലാവരും സെനറ്റ് അംഗങ്ങളായ എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പ്രത്യേകിച്ച് ഈ സംഘപരിവാർ ബന്ധം SFI ആരോപിക്കുന്ന 9 സെനറ്റ് അംഗങ്ങളെയും ഈ കാര്യത്തിൽ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഇനി അങ്ങനെ പ്രവേശിപ്പിച്ചാൽ തന്നെ സെനറ്റ് ഹാളിനകത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവിടെ SFIയുടെ പ്രതിനിധികളുണ്ട്. അവർ തീർക്കുന്ന പ്രതിരോധം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് അറിയാനുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ക്യാമ്പസിനകത്ത് സെനറ്റ് ഹാളിന് തൊട്ട് മുൻപിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഉൾപ്പെടെ വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോലീസ് പൂർണ്ണമായും കടന്നിരിക്കുന്നു. ഇന്നലെ തലസ്ഥാനത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ അതിനപ്പുറത്ത് ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ തന്നെ SFI നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കാഴ്ചകൾ കണ്ടിട്ടുള്ളതാണ്. ക്യാമ്പസിന്റെ ഗസ്റ്റ് ഹൗസിനകത്തേക്ക് ചാൻസലർ എത്തിയ ഘട്ടത്തിൽ പ്രതിരോധം തീർത്ത SFI അതേ പ്രതിരോധങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്ത് ഉള്ള സെനറ്റ് ഹാളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വിദ്യാർത്ഥികളെ വലിച്ചിഴച്ച് ബസ്സിലേക്ക് കയറ്റുന്ന പോലീസിന്റെ നടപടി വിവരങ്ങൾ നൽകുകയായിരുന്നു ദീപക് മലയമ്മ. ഇപ്പോൾ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിനെത്തിയ 5 അംഗങ്ങളെ തടഞ്ഞാണ് SFI പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP അനുകൂലികളാണെന്ന് ആരോപിച്ചാണ് ഇവരെ തടഞ്ഞത്. ഇവരെ ഗേറ്റിനകത്തേക്ക് SFI പ്രവർത്തകർ കയറ്റിവിട്ടില്ല. സിനോജ് തോമസ് തുടർന്നു നമ്മോടൊപ്പം. സിനോജ്, 5 അംഗങ്ങളെയാണ് തടഞ്ഞിരിക്കുന്നത്. BJP ബന്ധമുള്ള 5 അംഗങ്ങളെയാണ് തടഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ UDF അംഗങ്ങളെ അകത്തേക്ക് കയറ്റിവിടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു. BJP അംഗങ്ങളെ സെനറ്റിലേക്ക് കടത്തിവിടില്ല. അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ 18 അംഗ ലിസ്റ്റിലെ സംഘപരിവാർ ബന്ധമുള്ളവരെ അകത്തേക്ക് കയറ്റിവിടില്ല. ഇനി ഗവർണർ നിയോഗിച്ചതാണെങ്കിലും UDF അംഗങ്ങളാണെങ്കിൽ കയറ്റിവിടും. ഇതാണ് SFIയുടെ തീരുമാനം. തീർച്ചയായും നികേഷ് കുമാർ, അതുതന്നെയാണ് SFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഘപരിവാർ ബന്ധമുള്ള സെനറ്റ് അംഗങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം തുടങ്ങിയത്. രാവിലെ മുതൽ തന്നെ ഗേറ്റിന് നിയന്ത്രണം SFI ഏറ്റെടുത്തിരുന്നു. പരിശോധിച്ചാണ് അവർ അകത്തേക്ക് കയറ്റിവിട്ടത്. സംഘപരിവാർ ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന സെനറ്റ് അംഗങ്ങളെ പുറത്തു നിർത്തി ബാക്കിയുള്ള എല്ലാ അംഗങ്ങളെയും IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ അകത്തേക്ക് കയറ്റിവിട്ടു. പക്ഷേ ബാക്കിയുള്ള ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ പുറത്തു നിർത്തി. ഇപ്പോഴും അവർ പുറത്ത് തുടരുകയാണ്. അങ്ങനെ അവർ പോലീസിന് സഹായം ചേർന്നു. പോലീസ് ബലപ്രയോഗത്തിലൂടെ ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് ഓരോരുത്തരുമായി ബസ്സിലേക്ക് മാറ്റുകയാണ്. പക്ഷേ ബസ്സിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി ഈ പ്രതിഷേധക്കാർ തയ്യാറാകുന്നില്ല. ആദ്യം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള SFIയുടെ നേതാക്കളെയാണ് പോലീസ് കസ്റ്റഡിയെടുത്ത് ബസ്സിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോഴും അറസ്റ്റ് നടപടികൾ തുടരുകയാണ്. ഇവരെ പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പുറത്തു നിൽക്കുന്ന സെനറ്റ് അംഗങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഈ സെനറ്റ് ഹൗസിൻ്റെ അകത്ത് ബസ് കയറ്റിയാണ് പോലീസ് ഈ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ദൃശ്യങ്ങൾക്ക് പോയാൽ അവിടെ ഇപ്പോഴും ഒരു കവാടത്തിന് പുറത്ത് പെൺകുട്ടികൾ ഉൾപ്പെടെ ഇപ്പോഴും കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത് കാണാം. 2 കവാടത്തിന് പുറത്താണ് SFI പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ പ്രതിഷേധം തുടങ്ങിയത്. ആദ്യം ഈ പുറകിൽ കാണുന്ന ഈ ഗേറ്റ് അവർ ആദ്യം അടച്ചതിന് ശേഷമാണ് SFI പ്രവർത്തകർ വരുന്ന സെനറ്റ് അംഗങ്ങളെ പരിശോധിച്ച് അകത്തേക്ക് കയറ്റിവിട്ടത്. അതിനുശേഷം പോലീസ് എത്തിയാണ് ഈ കാണുന്ന ഗേറ്റ് തുറക്കുകയും ബസ് അകത്തേക്ക് കയറ്റുകയും ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് നോക്കിയാൽ കാണാം പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുകയാണ്. അകത്ത് പ്രതിഷേധിക്കുന്ന SFIക്കാരെ പുറത്തേക്ക് കൊണ്ടുപോയാൽ കസ്റ്റഡിയെടുത്ത് കൊണ്ടുപോയാൽ മാത്രമേ ഇവർക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി കഴിയുള്ളൂ. എത്ര പേരെ പുറത്തുള്ളത് ഇപ്പോൾ സെനറ്റ് അംഗം?